ഒരിക്കൽ ദിവ്യമുനിയായ നാരദന് ഒരു സംശയം തോന്നി, രാമനാമത്തിന് എന്താണ് ഇത്ര മഹത്വമുള്ളതെന്ന്. സംശയം തീർക്കാൻ അദ്ദേഹം നേരെ വൈകുണ്ഠത്തിലേക്ക് പോയി. ഭഗവാൻ വിഷ്ണുവിനോട് തന്നെ അദ്ദേഹം ചോദിച്ചു, രാമനാമത്തിന് എന്ത് മഹത്വമാണുള്ളതെന്ന്. മഹാവിഷ്ണു പറഞ്ഞു, ഭൂമിയിൽ ഒരു പുഴു ഇഴയുന്നുണ്ട്, പോയി അതിന്റെ ചെവിയിൽ രാമനാമം ഉച്ചരിക്കൂ. നാരദമുനി ചെന്ന് പുഴുവിന്റെ ചെവിയിൽ രാമനാമം ചൊല്ലിയതും പുഴുവിന്റെ ജീവൻ പോയി. നടുങ്ങിപ്പോയ നാരദമുനി വിഷ്ണു ഭഗവാന്റെ അടുക്കലേക്ക് മടങ്ങി, ശരി, അത് വിടൂ, അവിടെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രശലഭമില്ലേ, അതിന്റെ ചെവിയിൽ രാമനാമം ചൊല്ലൂ എന്ന് പറഞ്ഞു. നാരദമുനി അങ്ങനെ തന്നെ ചെയ്തു. ചിത്രശലഭവും ചത്തുപോയതു കണ്ട് പതറിപ്പോയ നാരദമുനി അടുത്തതായി വിഷ്ണു പുതുതായി പിറന്ന പശുവിന്റെ കാതിൽ രാമനാമം ചൊല്ലാൻ പറഞ്ഞു. അതും മരണപ്പെട്ടു. ഇത് കണ്ട നാരദമുനി, ഇതാണോ രാമനാമത്തിന്റെ മഹത്വമെന്ന് വിഷ്ണു ഭഗവാനോട് ചോദിച്ചു. അപ്പോൾ വിഷ്ണു ഭഗവാൻ, നാരദ, ആശയക്കുഴപ്പത്തിലാകരുത്. അടുത്തുള്ള രാജ്യത്തെ രാജാവിന് അല്പസമയത്തിനകം ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, പോയി അതിന്റെ കാതിൽ രാമനാമം ചൊല്ലൂ. നാരദൻ വിറച്ചുകൊണ്ട് കുഞ്ഞിന്റെ കാതിൽ രാമനാമം ചൊല്ലി. രാജാവിന്റെ ശിക്ഷയെ ഭയന്ന് അവിടെ നിന്ന് ഓടിപ്പോവാൻ തുടങ്ങിയപ്പോൾ നാരദനോട് കുഞ്ഞ് സംസാരിച്ചു. അത് കേട്ട് നടുങ്ങിയ നാരദൻ, ഒരു നവജാത ശിശു സംസാരിക്കുന്നു, ഇതെങ്ങനെ സാധ്യമാകും? അദൃശ്യനായ എന്നെ എങ്ങനെ തിരിച്ചറിഞ്ഞു? എന്താ നാരദ, എന്നെ അറിയില്ലേ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം നീയാണ്. മണ്ണിൽ പുഴുവായി കിടന്നിരുന്ന എന്റെ ചെവിയിൽ രാമനാമം ജപിച്ച് നീ എനിക്ക് പുണ്യം നേടിത്തന്നു. അതിന്റെ ഫലമായി അടുത്ത ജന്മത്തിൽ ഞാൻ ഒരു ചിത്രശലഭമായും ഒരു പശുക്കിടാവുമായും ജനിച്ചു. എന്നിട്ടും നീ എന്റെ ചെവിയിൽ രാമനാമം ജപിച്ചുകൊണ്ടിരുന്നു. അതിനാൽ ഈ രാജ്യത്തെ രാജാവിന്റെ കുട്ടിയായി ഞാൻ ഇപ്പോൾ അപൂർവമായ ഒരു മനുഷ്യജന്മം സ്വീകരിച്ചിരിക്കുന്നു. നാരദൻ നേരെ വൈകുണ്ഠത്തിലേക്ക് പോയി മഹാവിഷ്ണുവിന്റെ കാൽക്കൽ വീണു. ഇപ്പോൾ ഞാൻ രാമനാമത്തിന്റെ മഹത്വം എന്തെന്ന് മനസ്സിലാക്കുന്നു പ്രഭോ എന്ന് ഭഗവാനോട് പറഞ്ഞു.